ഹായ് ഡിയേഴ്സ്, കലിംഗ ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കലിംഗ ഡിസൈനിൽ കാണിക്കുന്ന ഒരു നെയ്റ്റി ഫ്രോക്ക് കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ ലേഡീസൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ അറിയാൻ പാടില്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത്യാവശ്യം ടൈലറിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ തയ്ക്കുന്നതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് നെയ്റ്റി ഫ്രോക്ക് കട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഫോൾഡിങ് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും തുറന്ന വശം എതിർദിശയിലേക്കുമാണ് വേണ്ടത്. അതിനുശേഷം തുണി നന്നായിട്ട് നിവർത്തിയിട്ടതിന് ശേഷം ചുളിവുകളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. 7.5 നമുക്ക് 14.5 വരാം. അപ്പോൾ 7.25 നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. 14.5യുടെ പകുതി 7.25 അത് തന്നെയാണ് നമ്മൾ ആം ഹോളായിട്ട് അടയാളപ്പെടുത്തുന്നത്. ഇത് വീട്ടിലിടാനുള്ള ഡ്രസ്സായതുകൊണ്ട് നമുക്ക് കുറച്ച് ലൂസിലൊക്കെ കിടക്കണമല്ലോ. അപ്പോൾ ചെസ്റ്റ് 34 അതിൻ്റെ 4 ഭാഗം 34ൻ്റെ കൂടെ 4 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുത്തിട്ടുണ്ട്. ഇത് ബോഡി മെഷർമെൻറ്റാണ് 34. അപ്പോൾ അതിൻ്റെ 4 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ 38. അതിൻ്റെ 4 ഭാഗം വരുന്നത് 9.5. ഇതിൻ്റെ ഷേപ്പ് ലെങ്ത്ത് വന്നിട്ട് 14. അതിൻ്റെ അവിടുത്തെ വിഡ്ത്ത് വരുന്നത് 8.25. 8.25 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ തയ്യൽ തുമ്പുകൾ യോജിപ്പിച്ച് താഴത്തോട്ട് ഏലയും പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. അങ്ങേയറ്റം ചേർന്ന് കിട്ടുന്നവരെ. പിന്നീട് വരയ്ക്കുന്നത് ആം ഹോളാണ്. ആം ഹോൾ ഒരു ഇഞ്ചൊക്കെ നമ്മൾ കർവ് എടുത്താൽ മതി. താഴത്തുനിന്ന് 1 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അതിനുശേഷം അളന്ന് നോക്കണം നമ്മുടെ കൈ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 1-2 പ്രാവശ്യം കറക്റ്റായിട്ട് അളന്ന് കൈയുടെ വണ്ണം, മുകളിലെ വണ്ണം നമുക്ക് 16.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഒരു 8.25 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് അളന്ന് നോക്കുക. അപ്പോൾ അത് എനിക്ക് 8.25 തന്നെയാണ് അവിടെ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ താഴത്തേക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ് നമുക്ക് ഈ നെയ്റ്റി ഫ്രോക്ക് കട്ട് ചെയ്യാനായിട്ട്. താഴെ നിന്ന് നമ്മൾ ആ കർവിൻ്റെ അടിവശത്ത് നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ കർവായിട്ട് വരച്ച് അടി ലെവലാക്കി വെട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അടിയിൽ ആ 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വരച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തൂങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്നതോടെ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. താഴത്തേക്ക് വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പീസിൽ നിന്ന് വേണം ഇനി കൈ വെട്ടിയെടുക്കാനായിട്ട്. കൈയും അതുപോലെ തന്നെ നമുക്ക് വള്ളി വയ്ക്കാനുള്ള പീസൊക്കെയാണ് താഴത്ത് ഞാൻ മാർക്ക് ചെയ്തേക്കണം. എൻ്റെ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് വള്ളി വയ്ക്കാനുള്ള പീസൊക്കെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തയ്ക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്ന്. കാരണം ഇതിപ്പോൾ നമ്മൾ വെട്ടാനുള്ളത് വെട്ടി പഠിച്ചാൽ തന്നെ പകുതി കൂടുതൽ പഠിച്ചു കഴിഞ്ഞതാണ്. തയ്ക്കാൻ പിന്നെ നമുക്ക് എവിടെയെങ്കിലും നോക്കി യൂട്യൂബിലൊക്കെ നോക്കി തയ്ക്കാൻ പഠിക്കാവുന്നതാണ്. വെട്ടുന്നതിൻ്റെ കാൽക്കുലേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇപ്പോൾ നമ്മൾ 2 ഫ്രില്ലിനുള്ള 2 ഇതും വെട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് കൈയാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ കൈ ഞാൻ ആദ്യം സാധാ ലെവലിൽ കൈ വെട്ടാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് പഫ് സ്ലീവ് കുറച്ച് പഫ് വയ്ക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായി അവർ. അപ്പോൾ നമുക്കൊരു 8.25-9 ഇഞ്ചൊക്കെ ഇറക്കം കിട്ടുന്നുണ്ട്. ഫുൾ ഇറക്കം എടുക്കുന്നുണ്ട് ഞാനായിട്ട്. അതിൽ 8.25 ഇഞ്ചാണ് നമുക്ക് കൈയുടെ വണ്ണം വേണ്ടത്. അപ്പോൾ നോക്കിയപ്പോഴാണ് പിന്നെയാണ് ഞാൻ ഓർത്തത്. ഇത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെയാണ് ഓർത്തത്, അയ്യോ ഫ്രില്ല് വയ്ക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ഫ്രില്ല് വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. കുറച്ച് ഫ്രില്ലുകൾ ഇടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാനത് മാറ്റി 2ാമത് ഫ്രില്ല് വയ്ക്കാനുള്ള ഇടം വിടുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് താഴത്തേക്ക് ഒരു 2.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് മുകളിൽ. അതിനുശേഷം താഴത്തോട്ട് നമ്മൾ നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ വേണ്ടത് അത്രയും അടയാളപ്പെടുത്തി വീണ്ടും അതുപോലെ തന്നെ താഴെയും നമുക്കൊരു 2.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് താഴത്തെ വണ്ണം അടയാളപ്പെടുത്താം. 6 ഇഞ്ചാണ് താഴത്തെ വണ്ണം. 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തേക്കാം. ആ സീം അലവൻസുകൾ തമ്മിൽ ഒരുമിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. ഈ മുകളിൽ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രില്ല് വയ്ക്കാനുള്ളതാണ്. അത്രയും ഭാഗത്ത് ഫ്രില്ല് വയ്ക്കുക. താഴത്തേക്കും ഫ്രില്ല് വയ്ക്കാനുള്ളതാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.